ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തവരാണോ നിങ്ങൾ? നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണ് മാർച്ച് 12 മുതൽ മാർച്ച് 21 വരെ. നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരുന്നു. അത് എന്നായിരുന്നു? മാർച്ച് 9 വരെയായിരുന്നു. മാർച്ച് 9 അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരുന്നു. ഇനി മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് അതാ നോക്കിക്കോ, ഡേറ്റ് ആൻഡ് ടൈം ഫോർ മോഡിഫിക്കേഷൻ വിൻഡോ ഫോർ കറക്ഷൻ ഇൻ ആപ്ലിക്കേഷൻ ഫോം വിത്ത് ദ പേയ്മെന്റ് ഓഫ് മോഡിഫിക്കേഷൻ. നിങ്ങൾക്ക് പൈസ കൊടുത്ത് എന്തെങ്കിലും തെറ്റ് അതിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താം. അതിന്റെ ഡേറ്റ് ആണ് 12/3/2026 മുതൽ 21/3/2026 വരെ. അതായത് മാർച്ച് 12 മുതൽ മാർച്ച് 21 വരെ നിങ്ങൾക്ക് എക്സാമിന്റെ അതായത് ആപ്ലിക്കേഷൻ ഫോമിനകത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താനായിട്ട് പറ്റും. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല എന്ന് നോക്കാം നമുക്ക്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തിരുത്താനായിട്ട് കഴിയില്ല. നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല. ഇനി പോസ്റ്റ് പ്രിഫറൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നെങ്കിൽ അത് മാറ്റാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം. അതായത് നിങ്ങൾക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഒരു പോസ്റ്റ് പ്രിഫറൻസിന് വേണ്ടി നിങ്ങൾ ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ടൈം അതിന് നിങ്ങൾ ഉപയോഗിക്കണം. എന്തെങ്കിലും അങ്ങനെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പരമായിട്ടുള്ള ഡോക്യുമെന്റ് കൊടുത്തിട്ടില്ല എങ്കിൽ കറക്റ്റായിട്ട് അത് നോക്കി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി കറക്ഷൻ ഫീ ഉണ്ട്, എല്ലാവർക്കും അത് ബാധകമാണ്. 100 രൂപയാണ് നമ്മുടെ മോഡിഫിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. 100 രൂപ നിങ്ങൾ തെറ്റ് തിരുത്താനായിട്ട് നിങ്ങളുടെ RRBയുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മോഡിഫിക്കേഷൻ ഫീ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത് 100 രൂപയാണ്, എല്ലാവർക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ RRBയുടെ സാധാരണ എക്സാംസിന് അപ്ലൈ ചെയ്യും പോലെ ഡിസബിലിറ്റീസ് ഉള്ളവർക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും ഒന്നും കൊടുക്കണ്ടായിരുന്നു. പക്ഷെ മോഡിഫിക്കേഷൻ ഫീ നിങ്ങൾ 100 രൂപ പേ ചെയ്യേണ്ടി വരും. കാറ്റഗറി ചേഞ്ചസ്, ഇഫ് എ കാൻഡിഡേറ്റ് ചേഞ്ചസ് their category from SC ST to UR or OBC they must be pay a difference in the examination fee. അതായത് നിങ്ങൾ SC ST കാറ്റഗറി വെച്ചിട്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്, നിങ്ങൾ OBC കാറ്റഗറിയിലോട്ടോ അല്ലെങ്കിൽ UR കാറ്റഗറിയിലോട്ടോ നിങ്ങളുടെ കാറ്റഗറി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 250 രൂപ കൊടുക്കേണ്ടി വരും. കാരണം SC STക്ക് കൺസിഡറേഷൻ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പൊ ആ ഫീസ് നിങ്ങൾ എന്ത് ചെയ്യണം? UR കാറ്റഗറിയിലോട്ടോ OBC കാറ്റഗറിയിലോട്ടോ ചേഞ്ച് ചെയ്യണം. കാറ്റഗറി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 250 രൂപ പ്ലസ്, അതായത് നിങ്ങളുടെ മോഡിഫിക്കേഷൻ ഫീ ആയിട്ടുള്ള 100 രൂപയും നിങ്ങളുടെ കാറ്റഗറി ചേഞ്ച് ചെയ്യാനായിട്ടുള്ള 250 രൂപയും ഉൾപ്പെടെ 350 രൂപ നിങ്ങൾ കൊടുക്കണം. സാധാരണ നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്കത് റീഫണ്ട് ആവും. പക്ഷെ നിങ്ങൾക്ക് ഈ ഫീസ് റീഫണ്ട് കിട്ടത്തില്ല. അപ്പോൾ സാധാരണ മോഡിഫിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. കാറ്റഗറി ചേഞ്ച് ചെയ്യുമ്പോൾ 250 രൂപ കൂടി നിങ്ങൾ കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നതിന് എക്സ്ട്രാ 250 രൂപ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ 350 രൂപ മൊത്തം കൊടുക്കേണ്ടി വരും. അല്ല മറ്റെന്തെങ്കിലും തിരുത്തലുകളാണെങ്കിൽ 100 രൂപ മാത്രം നിങ്ങൾ കൊടുത്താലായിട്ട് മതി. ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ തെറ്റ് തിരുത്തലുകൾ, നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. നിങ്ങളുടെ പരീക്ഷ എഴുതി ഒരുപക്ഷെ നിങ്ങൾ സർവീസിൽ കയറാൻ പോകുമ്പോഴായിരിക്കും അതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്കുണ്ട് ആ വിവരങ്ങൾ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ ശരിയാണോ, ഇത് അവസാനം ഒരു ലാപ്പായിട്ട് കരുതണം. സർട്ടിഫിക്കറ്റ് നമ്പർ ശരിയാണോ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു ടൈമിൽ നിങ്ങൾ നോക്കാനായിട്ട്. അപ്പൊ അതിലൊരു ഉഴപ്പ് കാണിക്കരുത്, വൃത്തിയായി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അത് ചെയ്യണം. ഇനി നിങ്ങളുടെ പോസ്റ്റിൽ നിങ്ങൾ നേരത്തെ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന പോസ്റ്റ് പിന്നീട് നിങ്ങൾ ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും എനിക്ക് കുറച്ചുകൂടെ ഇതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്, അത് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണം. അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം? ആ ഒരു പോസ്റ്റ് പ്രിഫറൻസിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങളുടെ സോണ് മാറ്റാനായിട്ട് സാധിക്കില്ല. അതായത് ഇപ്പോൾ തിരുവനന്തപുരമാണ് സോണായിട്ട് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചെന്നൈ സോണായിട്ട് വെച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് അയാളുടെ പോസ്റ്റ് പ്രിഫറൻസിൽ മാറ്റം കൊടുത്തു. അതായത് ചില സോണുകളിൽ പ്രിഫറൻസ്, അതായത് പോസ്റ്റിന് കുറച്ച് പ്രിഫറൻസ് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ ഓൾറെഡി ചെന്നൈ വെച്ചിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന പോസ്റ്റുകൾ അതനുസരിച്ചായിരിക്കും നിങ്ങൾ വെച്ചേക്കുന്നത്. നിങ്ങൾ അതിൽ രണ്ടാമത് കറക്ഷൻ വിൻഡോയിൽ കയറി നിങ്ങളുടെ ആ പോസ്റ്റ് പ്രിഫറൻസിൽ കുറച്ച് മാറ്റം കൊടുത്തു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് സോൺ മാറ്റാനായിട്ട് കഴിയില്ല. അതായത് സോൺ എന്ന് പറയുന്നത് മാറ്റാനായിട്ട് കഴിയില്ല, പോസ്റ്റ് പ്രിഫറൻസിൽ മാത്രമേ മാറ്റം വരുത്താനായിട്ട് കഴിയുള്ളൂ. ഇനി ക്വാളിഫിക്കേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ
കറക്റ്റായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്പരും നിങ്ങളുടെ അതിലുള്ള ഡേറ്റാസും ഒക്കെ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കൊടുക്കുക. ഇനി നിങ്ങൾ ഒരു തെറ്റ് വരുത്തരുത്. അതുപോലെ സോൺ പ്രിഫറൻസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് ചെയ്യാം. ഇനി RRB ഗ്രൂപ്പ് ഡിയുടെ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ RRB ഗ്രൂപ്പ് ഡിയുടെ അഗ്നി ബാച്ച്, നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ അഗ്നി ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം എന്താണ്, എല്ലാ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ഒരു പറഞ്ഞതുപോലെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമിന് കയറുമ്പോൾ 75+ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഒരു സേഫ് സ്കോർ ആണ് 75+ എന്ന് പറയുന്നത്. ആ ഒരു 75+ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു ബാച്ചാണ് അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. RRB ഗ്രൂപ്പ് ഡി സൂപ്പർ നോട്ട്സിന്റെ അഗ്നി ബാച്ച്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മെന്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിലോ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ കളയരുത്. തെറ്റു പറ്റിപ്പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഇതൊരു അവസരമാണ്. അപ്പോൾ കറക്റ്റായിട്ട് നോക്കി സമയമെടുത്ത് ചെയ്താൽ മതി. 12 തൊട്ട് 21 തീയതി വരെ നിങ്ങൾക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് കറക്ഷൻ ഡേറ്റ്, അതായത് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണ്. അപ്പോൾ ദയവ് ചെയ്ത് നോക്കി വേണം മാത്രം, ശ്രദ്ധയോടെ തന്നെ എല്ലാവരും ചെയ്യുക. ഇനി നമുക്കത് തെറ്റ് തിരുത്താനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യണേടാ.